അവർ രണ്ടുപേരും കൂടെ പോട്ടി ചകട കൂടി ഇവിടെ ഒന്ന് കാണാം. നമ്മളൊരു അടിപൊളി സ്ഥലത്ത് വന്നേ. ഇവിടുത്തെ ടീ ഫാക്ടറി. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണ്. ഹലോ ഗൈസ്, അപ്പം ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകാമെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല മഴക്കോളുണ്ട്. അമ്പുടുവിന് തൊപ്പിയൊന്നും എടുത്തില്ലടേ. ഗൈസ്, നമ്മൾ കാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഞാൻ കപ്പലണ്ടി മിഠായി കഴിക്കുന്നു. അവർ രണ്ടുപേരും കൂടെ പോട്ടി ചകട നമുക്ക് നല്ല കുന്നിറങ്ങിയാണ് നമ്മൾ പോണത്. രാത്രി വന്നോണ്ട് ഇതൊന്നും കണ്ടില്ല, നമ്മൾ കാണിച്ചു തരാം. എന്താ ഈ സ്റ്റെപ്പുകളൊക്കെ കയറിയാണ് നമ്മൾ വന്നത്. രാത്രി ആയതുകൊണ്ട് ഒന്നും ഇവിടെ എന്താണെന്നുള്ള ഒന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് കാണുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അയ്യോ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഇതാണ് നമ്മുടെ കാർ പാർക്ക് ചെയ്ത സ്ഥലം. രാത്രി പമ്പാടിക്ക് ജസ്റ്റ് വെള്ളത്തിൽ കളിക്കാനായിട്ട്. ഈ വെള്ളം പോണ സൗണ്ടാണ് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്നത്. അടിപൊളിയാട്ടോ ഇവിടെ കാണാൻ. ഭയങ്കര നല്ല ക്ലൈമറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലവും. നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ആ കുഞ്ഞിൻ്റെയൊക്കെ അങ്ങ് മുകളിലാണ് നിന്നത്. അപ്പോൾ നമ്മൾ ലഗേജും കൂടെ എടുത്തുകൊണ്ടാണ് പോയത്. കാറിൽ കുറച്ച് ലഗേജ് വയ്ക്കാമെന്ന്. അപ്പോൾ വണ്ടിയുടെ താക്കോലെടുക്കാൻ മറന്ന്. അപ്പോൾ ഇവിടെ വച്ചിട്ട് നമ്മൾ തിരിച്ചു കയറി പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ മഴ പെയ്യുമെങ്കിൽ ഡ്രസ്സൊക്കെയാണ് ഇരിക്കുന്നത്, അതൊക്കെ നനഞ്ഞു. അതുകൊണ്ട് ഇനി ഒന്നേന്ന് തിരിച്ചു കൊണ്ട് കയറണം. ഗൈസ്, നമ്മളിതാ ഇവിടെ ഡ്രസ്സൊക്കെ വെച്ചിട്ട് പോവേണ്. നല്ല റോസാപ്പൂ, നല്ല റോസാപ്പൂ കേട്ടോ. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇറങ്ങുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ. ചേട്ടൻ വാതിലൊക്കെ പൂട്ടി എടുക്കുകയാണ്. ചേട്ടൻ്റെ ഫ്രണ്ടിനെ അങ്ങ് താക്കോൽ ഏൽപ്പിച്ചാൽ മതി. കൂടി ഇവിടെ ഒന്ന് കാണാം. നമുക്ക് 3-4 ബാഗുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. താക്കോല് സൂക്ഷിച്ചു വെക്കണേ. അങ്ങനെ നമ്മൾ ബാഗിലോട്ട് സാധനങ്ങൾ ലഗേജുകളൊക്കെ കയറ്റിയാണ് നമ്മൾ. പക്ഷേ നമ്മളുടെ പൊന്മുടി പോലൊരു ഫീല് തോന്നുന്നില്ലേ ഇത് കാണുമ്പം? നല്ല രസമുണ്ട്. നമ്മളൊരു അടിപൊളി സ്ഥലത്ത് വന്നേ. ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നല്ല രസമുണ്ട്. നേരത്തെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടാ? ഓ, എന്തൊരു ഭംഗി. ഇതെനിക്ക് തോന്നുന്നു പേപ്പാറ ഡാമാണെന്നാണ് തോന്നുന്നത്. ജിയോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ ഇവിടെ വേറെ ഡാമൊന്നും വരാൻ ചാൻസ് ഇല്ല. അടിപൊളിയായിട്ടുണ്ട്. ചേട്ടൻ്റെ ഫ്രണ്ട് വേറൊരു വീടാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് താമസിച്ച് കാണുന്നത്.
ഇവിടുത്തെ ടീ ഫാക്ടറിയാണ് കേട്ടോ. ഇപ്പം ഇത് പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. ഇപ്പോൾ ഇതിന് ഒരുപാട് വർഷമായി ഇതിപ്പം പ്രവർത്തിക്കണമെന്നില്ല. ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സല്ല, ഒരു ഫ്രണ്ടുണ്ട്. ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ ഒരു മോനും ഉണ്ട്. അപ്പം അമ്പാടിക്ക് കളിക്കാൻ കൂട്ടുകാരായി. അമ്പാടിക്ക് കിട്ടിയ ഫ്രണ്ട് അഭിച്ചേട്ടൻ. അടുത്തൊരു കിടിലൻ സ്പോട്ട് എത്തിയിട്ടുണ്ട്. അതാണെങ്കിൽ തട്ടായിട്ട് വെള്ളച്ചാട്ടം. അടിപൊളി. നമുക്ക് ഒരു ഗസ്റ്റിനെയും കൂടെ കാറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബസ് ഇല്ലാത്തതുകൊണ്ട് ഒരു ആൻറ്റിയും കൂടെ നമ്മളൊക്കെ. ഇതെന്താ ഇങ്ങനെ കല്ല് പറക്കി വെച്ചിരിക്കുന്നത്? അത് തന്നെ കല്ല് പറക്കി. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് കയറി. അയ്യോ, ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. അവിടെ തണുപ്പ് കാരണം വയ്യ, ഇവിടെ ചൂട് കാരണം വയ്യ. അപ്പോൾ ഒരു ഐസ്ക്രീം കുടിക്കാമെന്ന് കരുതി. അപ്പോൾ